മുസ്ലിം വിരോധികളുടെ ചെരുപ്പ് നക്കിയും ദാസ്യവേല ചെയ്തും യജമാനഭക്തി പ്രകടിപ്പിച്ച വഹാബികൾക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കിട്ടിയ സന്ദർഭങ്ങളിലെല്ലാം സമുദായമധ്യേ ചുടുചോരയുടെ നീർച്ചാലുകൾ തീർക്കാനാണ് അവർ ശ്രമിച്ചത്. ശിർക്കിന്റെ സംഹാരത്തിനും തൗഹീദിന്റെ സംസ്ഥാപനത്തിനും വേണ്ടി പൗരോഹിത്യാളോഹയണിഞ്ഞിറങ്ങിയ വഹാബി പാതിരിമാർ കൊന്നൊടുക്കിയ മനുഷ്യജന്മങ്ങൾക്കോ തകർത്തെറിഞ്ഞ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കോ കയ്യും കണക്കുമില്ല. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന, പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന. ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയെ ഖബർ പൊന്തിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കലും അതിന്റെ മേളത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ. ഇമാമുകൾ ഒന്നിച്ചാദീനിൻ ചിന്തയെ ചിക്കിച്ചികഞ്ഞു തിരിച്ചിടുന്നു ബുദ്ധിയെ. ആവശ്യമില്ല കാര്യമിൽ ചിന്തിച്ചു ഉലമാ ഉമ്മത്തിന്റെ ശ്രദ്ധ തിരിച്ചു. അത് കാരണം മുസ്ലിം ഹുക്കൂമ നിലച്ചു. മുന്നോട്ടു കറക്കം പിന്നിലേക്ക് കുതിച്ചു. ഇതിനാൽ ഇവർക്കും ലക്ഷ്യമുള്ളത് തന്ത്രമാ. ശത്രുക്കളെ സഹായിക്കൽ കുതന്ത്രമാ. രാഷ്ട്രങ്ങളൊക്കെ ഗവേഷണം നടത്തുന്നതായി ആകാശലോകത്തേക്കതും നീളുന്നതായി. മുസ്ലിങ്ങളോ തർക്കത്തിനാലവരെത്തി. ജാറം പോളി റൗല പോളി വരെയെത്തി. ഏതെങ്കിലും രാഷ്ട്രത്തിനോ ജയം കിട്ടുവാൻ മുസ്ലിങ്ങളെ കൊല്ലൽ വഴി അത് നേടുവാൻ. തലഫിന്റെ നേട്ടം നോക്കൂ നാറ്റം ബോംബ. മറ്റുള്ളവർക്കോ കൂറ്റൻ ആറ്റം ബോംബ. പിൽക്കാലത്തിൽ ദിൻ തന്നെ മാറ്റിമറിച്ചവർ അവരാണ് മുസ്ലിം ഐക്യമാകെ തകർത്തവർ. ഈ കുറ്റപാത്രം വീണ്ടും വീണ്ടും കേൾക്കണേ. ദയവായി ഹീറ്റാവാതെ നീ ചിന്തിക്കണേ. ഏതോ വിരൽ ഭിന്നിച്ചിരുന്നാൽ പിന്നെ നഷ്ടപ്പെടുന്നു നമുക്ക് എല്ലാം തന്നെ. ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിന് 27 പ്രതിഫലം ഐക്യത്തിന്. ഐക്യത്തിലാണ് പ്രതാപമെല്ലാം ഉള്ളത്. ഭിന്നിച്ചിരുന്നാൽ നഷ്ടമാ കൊയ്യുന്നത്. ചെറുകയറു തൻ കൂട്ടായ്മയാവണു കയറുകൾ. ഭിന്നിച്ചിരുന്നാൽ സാരമില്ലത് നാരുകൾ. പരലോകമോക്ഷം ഇല്ല എങ്കിൽ പിന്നെ ദുനിയാവ് കൊണ്ടൊരു ഫലവുമില്ല പൊന്നെ. മുറുക്കാന് ചിന്തിച്ചപ്പോ വെറ്റിലയില്ല എങ്കിൽ കടം വാങ്ങാം അടക്കയുമില്ല. അപ്പോഴ് നോക്കുമ്പോഴ് നൂറതുമില്ല. പിന്നല്ലേ പോല ചിന്തിക്കാനതുമില്ല. മൂജക്ക് ഖുർആൻ സുന്നത്തൊട്ടുമില്ല. പിന്നല്ലേ ഫിഖ് നഹ്വ് മന്തിഖുമില്ല.